5 മിനിറ്റുകളിൽ ഇതാ വരാൻ പോകുന്നുണ്ട് പ്രധാനപ്പെട്ട ഏജൻസികളുടെ ആക്സിസ് മൈ ഇന്ത്യ, മാട്രിക്സ്, സീ വാട്ടർ പോലെയുള്ള പ്രധാനപ്പെട്ട ഏജൻസികളുടെ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് പന്തയ മാർക്കറ്റിന്റെ ഊഹ കച്ചവടത്തിന്റെ അവരുടെ പ്രൊജക്ഷനാണ്. അതിനെ സർവേ എന്ന് പറയാൻ കഴിയില്ല. സട്ടാ ബസാർ, 2 സട്ടാ ബസാറുകൾ, ഒന്ന് ഫലോഡി സട്ടാ ബസാർ, ഒന്ന് മുംബൈ സട്ടാ ബസാർ. ഫലോഡി സട്ടാ ബസാർ, മുംബൈ സട്ടാ ബസാറിലും പ്രവചിക്കുന്നത് UDF ഭരണം തന്നെയാണ്. അതിൽ ഫലോഡി നേരിയ ഭൂരിപക്ഷം മാത്രം പറയുമ്പോൾ ഈ പറയുന്ന മുംബൈ കുറച്ചുകൂടി കംഫർട്ടബിൾ മെജോറിറ്റി UDF പറയുന്നു. പക്ഷേ ഫലോഡിയിൽ NDAയുടെയാണ് അവിശ്വസനീയം, 18 മുതൽ 20 സീറ്റ് വരെ. പക്ഷേ മുംബൈ സട്ടാ ബസാറിൽ 2 മുതൽ 4 സീറ്റ് വരെ. ഇനിയിപ്പോൾ 5 മിനിറ്റ് മാത്രം ബാക്കി വരാൻ പോകുന്നു അല്ലേ? ബാക്കി സംസ്ഥാനങ്ങൾ പുതുച്ചേരിയിൽ സട്ടാ ബസാർ പ്രൊഡക്ഷൻ 30-ൽ 16 മെജോറിറ്റി ബാക്കിൽ 15-ൽ 18 NDA എന്ന് പറയാണ്. കോൺഗ്രസ് 14-17 അവിടെയും അതിശക്തമായ പോരാട്ടം. സട്ടാ ബസാറിന്റെ മാർക്കറ്റ് മാത്രമാണ്, അല്ലെങ്കിൽ സട്ടാ ബസാറിൽ വരുന്ന പ്രൊജക്ഷൻ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതൊരു പന്തയ മാർക്കറ്റാണ്, വാതുവെപ്പ് കേന്ദ്രമാണ്. ആ വാതുവെപ്പ് കേന്ദ്രം ഓൺലൈനായി നടക്കുന്ന വാതുവെപ്പ് കേന്ദ്രങ്ങളിൽ നടക്കുന്നതിന് അതിന്റെ പ്രൊജക്ഷൻ മാത്രമാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ വിശ്വസനീയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന എല്ലാ ഇലക്ഷനുകളിലും രാഷ്ട്രീയ പാർട്ടികൾ നോക്കാറുള്ളതാണ് ആ റിസൾട്ട്. പക്ഷെ 18-20 എന്നൊക്കെ പറയുന്നത് അറിഞ്ഞൂടാ. എല്ലാം ഒരേ കണക്കിലേക്ക് വരുന്നുണ്ട് എങ്കിലും ഒരു ചെറിയ ട്രെൻഡാണോ? അല്ല, ഇതെല്ലാം താല്പര്യങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കും സട്ടാ ബസാറിനകത്ത്. ഇപ്പോൾ മനേഷ് മൂർത്തി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. മനേഷ്, ഇപ്പോൾ ഈ പന്തയ മാർക്കറ്റിലെ കണക്കുകളാണ് വരുന്നത്. അതിൽ തമിഴ്നാടിന്റെ ഒരു പ്രൊജക്ഷൻ വന്നിരിക്കുന്നത് DMK സഖ്യത്തിന് മുന്നണിക്ക് വലിയ മുന്നേറ്റം പ്രവചിക്കുന്നുണ്ട്. TVKക്ക് 8 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു ആദ്യ പ്രവചനം എന്ന നിലയിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. അത് പന്തയ വിപണിയുടേതാണെങ്കിൽ പോലും, പന്തയ മാർക്കറ്റിന്റേതാണെങ്കിൽ പോലും. മനേഷ്, തമിഴ്നാട്ടിൽ 234 സീറ്റുകൾ. എന്തായാലും ഇത്തവണ TVK തന്നെ ആയിരിക്കും ഒരു പ്രധാന ഘടകം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ചർച്ചയാവുന്നത്. ഇരു മുന്നണികളും അതുപോലെ തന്നെ TVKയും 234 മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം നടക്കുന്നു എന്ന പ്രത്യേകതയാണ് ഇത്തവണത്തെ തമിഴ്നാട് തിരഞ്ഞെടുപ്പിനുള്ളത്. വിജയ്ക്കൊപ്പമുള്ള കൂട്ടം അത് വിജയെ കാണാനെത്തിയവരാണോ, ആരാധകരാണോ, അതോ കൃത്യമായ പാർട്ടി വർക്കേഴ്സാണോ എന്നുള്ളത് നമുക്ക് 4-ാം തീയതി മാത്രമേ അറിയാൻ കഴിയൂ. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ചില ചർച്ചകൾ അല്ലെങ്കിൽ ചില നിരീക്ഷണങ്ങളിലെല്ലാം തന്നെ DMKക്ക് കൃത്യമായ മെജോറിറ്റി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്. എന്തായാലും അതുതന്നെയാണ് ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ള ലോക് പോൾ ഉൾപ്പെടെയുള്ള ചില സർവേകളുടെ ഫലങ്ങളൊക്കെയായി സോഷ്യൽ മീഡിയകളിലൊക്കെ വന്നിട്ടുള്ള കാര്യവും അതുതന്നെയാണ്. DMKക്ക് കൃത്യമായ മെജോറിറ്റി ഉണ്ടാകും എന്ന് തന്നെയാണ്. എന്തായാലും ഈ പറഞ്ഞതൊക്കെ അനാലിസിസ് ആണ്, നമുക്ക് നേരത്തെ തന്നെ അറിയാം, അല്ലെങ്കിൽ ചില മാർജിനുകൾ എടുത്തുകൊണ്ടുള്ള അനാലിസിസ് ഒക്കെയാണ്. പക്ഷേ വിജയ് പിടിക്കുന്ന വോട്ടുകൾ എന്തായാലും വളരെ നിർണായകമാകും തമിഴ്നാട്ടിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 8 സീറ്റുകൾ വരെയൊക്കെ പ്രവചിക്കപ്പെടുന്നുണ്ട് എങ്കിൽ പോലും വലിയ തോതിലുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ വലിയ തോതിൽ വോട്ട് വിജയ് പിടിച്ചു കഴിഞ്ഞാൽ അത് ഏത് ഭാഗത്തു നിന്നുള്ള വോട്ടുകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DMKയെ ഇപ്പോഴും വളരെ കോൺഫിഡൻ്റ് ആയി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ കേഡർ വോട്ടുകൾ തന്നെയാണ്. ആ വോട്ടുകൾ എവിടെയും പോവില്ല എന്ന പൂർണ്ണമായ വിശ്വാസം MK സ്റ്റാലിനുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് 22 വലിയ പാർട്ടികളുടെ ഒരു സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി സ്റ്റാലിൻ ഒരുങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.